വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. അപ്പോൾ ഇന്ന് മുതൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മോക്ടെയിൽസ് എന്ന് തുടങ്ങാം. മോക്ടെയിൽസ് ചെയ്യാനായിട്ട് റെസിപ്പീസ് ഞാൻ ചുമ്മാ ഗൂഗിൾ ചെയ്തപ്പോൾ കുറേ ഓപ്ഷനാണ്. നമുക്ക് വട്ടായി പോണ പോലത്തെ അത്രയും ഓപ്ഷൻസ് ഉണ്ട്, ഈവൻ റീൽസിലാണെങ്കിലും യൂട്യൂബ് വീഡിയോസിലാണെങ്കിലും. അപ്പോൾ കുറേയൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തു. ചിലത് അതുപോലെ തന്നെ ഇട്ടു, എനിക്ക് അത്രയും ഇഷ്ടം തോന്നിയത്. അപ്പോൾ ഇന്ന് കുറച്ച് നമ്പർ ഓഫ് മോക്ടെയിൽസിൻ്റെ റെസിപ്പീസ് ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മോക്ടെയിൽ പിനക്കോളഡ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാനെന്ന് പറയാം. കോക്കനട്ട് ക്രീം, കോക്കനട്ട് മിൽക്ക്, ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ഐസ് ക്യൂബ്സ്. ഇത്രയും മതി. രണ്ട് കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യണോ അതിനെല്ലാത്തിനും നല്ല തണുപ്പ് വേണം. ഇപ്പോൾ ക്രീമിനാണെങ്കിലും കോക്കനട്ട് മിൽക്കിനാണെങ്കിലും പൈനാപ്പിൾ ജ്യൂസിനാണെങ്കിലും നല്ല തണുപ്പായിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്, മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം അത് ചെയ്യാം. അപ്പോൾ കോക്കനട്ട് ക്രീം ഞാൻ ഈ ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യണേ. നല്ല തണുത്ത കോക്കനട്ട് ക്രീം, റെഫ്രിജറേറ്റ് ചെയ്ത കോക്കനട്ട് ക്രീം. അത് കുറച്ച് ഒരു 1/4 കപ്പൊക്കെ. ആൻഡ് ഐസ് നല്ല തണുപ്പ് വേണം ഏത് മോക്ടെയിൽ ഉണ്ടാക്കുകയാണെങ്കിലും. അപ്പോൾ ഐസ് ആവശ്യത്തിനാണെങ്കിൽ. അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക്, ഫ്രഷ് കോക്കനട്ട് മിൽക്ക്, അതും 1/4 കപ്പ് തന്നെ. ആൻഡ് ഷുഗർ സിറപ്പ് ഞാനൊരു 2 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. മോക്ടെയിൽസിന് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ നിർത്തി വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ഒറ്റ സ്ട്രെച്ചിൽ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോക്ടെയിലിൻ്റെ ടെക്സ്ചർ ഭയങ്കരമായിട്ട് മാറും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഈവൻ ഫ്രൂട്ട്സ് ഗ്രൈൻഡ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. നെക്സ്റ്റ് ഒരു ഡ്രോപ്പ് ലൈം ജ്യൂസ് ആൻഡ് പൈനാപ്പിൾ ജ്യൂസ്, എല്ലാം നല്ല തണുത്തത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഐസ് നന്നായിട്ടിട്ടാലേ നല്ലൊരു തിക്നെസ് വരുള്ളൂ. അപ്പോൾ നല്ലോണം ഐസ് വേണം. ഐസാണ് ഇതിൻ്റെ മെയിൻ തിങ്. ആദ്യം ഐസ് ക്യൂബ്സ്, ആൻഡ് ദെൻ നമ്മൾ റെഡിയാക്കിയ പിനക്കോളഡ. ഇനി ഗാർണിഷ് ചെയ്യാം. ഞാൻ 2 ടൈപ്പിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ടൈപ്പിലെ പിനക്കോളഡ നമുക്ക് ബ്ലൂ കളർ കൊടുത്തും ചെയ്യാം. അപ്പോൾ ഈ സെയിം ഡ്രിങ്കിൽ തന്നെ ഈ ബ്ലൂ ക്യുറസാവോ മിക്സ് ചെയ്താൽ നമുക്ക് ബ്ലൂ കളറിലെ പിനക്കോളഡ റെഡിയാക്കാം. അപ്പോൾ അതൊന്ന് ഈ സെയിം ജ്യൂസിൽ തന്നെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഈ ബ്ലൂ ക്യുറസാവോ ആണ് കൂടുതലും ഈ ബ്ലൂ മൊയ്ത്തോനൊക്കെ യൂസ് ചെയ്യണം നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ. അപ്പോൾ അത് ഇത്തിരി പിനക്കോളഡയിലോട്ട് മിക്സ് ചെയ്യാം. ഒരു ഗ്രീനിഷ് കളർ ഒരു ഇത് കിട്ടും കേട്ടോ, കളർ കിട്ടും. ഐസ് നമ്മുടെ പിനക്കോളഡ ഗ്രീൻ കളർ. കളർ കലക്കണം കേട്ടോ, ഇതൊരു തീമിന് കറക്റ്റായിരിക്കും. ഇനി ഗാർണിഷ് ചെയ്യാം. ഒരെണ്ണം ഞാൻ ഈ ഹസ്റ്റ് ചെറി എന്ന് പറഞ്ഞ ഫ്രൂട്ട് വെച്ചാൽ ഗാർണിഷ് ചെയ്യാൻ പോണേ. ഹോർഗിന്ന് കിട്ടിയിട്ട് ഞാനിത് കണ്ടിട്ടില്ല. എല്ലാവരുടെയും സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടേക്കണത്. ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ് ഇത്. എഡിബിൾ ഫ്ലവേഴ്സാണ്, നമുക്ക് കഴിക്കാൻ പറ്റും. അത് ഹോഗിന്ന് വാങ്ങിച്ചു. ബോക്സാണ് കേട്ടോ, പല കളർ ഫ്ലവേഴ്സ് അവിടെ നിന്ന് കിട്ടും. ആൻഡ് ഇത് ഞാൻ മൊത്തം യെല്ലോ കളറിൽ കൊടുക്കാമെന്ന് ഓർത്തു. ഇത് ഇത്രയും മതി. ആൻഡ് നമ്മുടെ പിനക്കോളഡയ്ക്കൊക്കെ മെയിൻ തിങ് ഈ ഒരു കുട വേണം. ഇത് ബേക്കേഴ്സിന് കിട്ടി. യെസ്. പിന്നെ ഒരു ചെറിയൊരു പീസ് പൈനാപ്പിൾ. ഡെക്കറേഷന് നമ്മുടെ ഗാർണിഷിങ് കറക്റ്റായാൽ തന്നെ ഫുൾ പോയിൻറ്റ്സാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു കളർ ഡിഫറൻസും കൂടി വരണം ഈ ഒരു ഗാർണിഷിങ്ങിൽ. അപ്പോൾ ഞാനൊരു പിങ്ക് എഡിബിൾ ഫ്ലവറും കൂടി വെക്കുന്നുണ്ട്. യെസ്, ഇത് പെർഫെക്റ്റ്. ഇനി ബ്ലൂ കളർ പിനക്കോളഡ റെഡിയാക്കാം. ഇനി ഇതിനെ നമുക്ക് മൊത്തത്തിൽ ബ്ലൂ കളർ ഗാർണിഷിങ് കൊടുക്കാം. ബ്ലൂ അംബ്രല്ല. ഇത് എങ്ങനെ വേണമെങ്കിലും ഡാർക്ക് ആക്കാട്ടോ. ആ സിറപ്പ് കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ മതി, പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നുമില്ല. ആൻഡ് പേർപ്പിൾ കളർ ഫ്ലവേഴ്സ് എടുത്തു, എഡിബിൾ ഫ്ലവേഴ്സ്. കൊച്ചിനിലിപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടണമായിരുന്നേ, ഞാൻ ഹാപ്പിയാണ്. ഇനി പൈനാപ്പിൾ പീസ് മസ്റ്റാണ്. പിനക്കോളഡയ്ക്ക് പൈനാപ്പിൾ പീസ് വെച്ച് ഗാർണിഷിങ് മസ്റ്റാണ്. നമ്മുടെ പിനക്കോളഡ 2 ടൈപ്പ് ഓഫ് പിനക്കോളഡ റെഡി. ചെറുതായിട്ടൊന്ന് പെട്ടിരിക്കുകയാണ് കേട്ടോ. പ്ലാനിങ് കാരണം തലയിൽ കൂടെ കുറേ കാര്യങ്ങൾ ഓടണ പോലെ. ഇത് കണ്ടോ, ബ്ലൂ ആൻഡ് യെല്ലോ കളർ. ബ്ലൂ കളർ ഞാൻ കാഴ്ചയിൽ പ്രിഫർ ചെയ്യണ ഈ ബ്ലൂ കളറാണ്. ടേസ്റ്റ് രണ്ടും സെയിമാണ്. യെസ്. ഇനി അടുത്ത മോക്ടെയിൽ. പിനക്കോളഡ റെഡിയാക്കുമ്പോൾ ആകെ കൂടെ ശ്രദ്ധിക്കാനുള്ളത് എല്ലാത്തിനും നല്ല, നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണോ അതിനെല്ലാം നല്ല തണുപ്പ് വേണം. ആൻഡ് അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ക്രീമിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. ജ്യൂസിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ പൈനാപ്പിൾ ജ്യൂസിൻ്റെ ആണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇതിലങ്ങനെ ടേസ്റ്റ് അങ്ങനെ ശരിയാവാതെ ഇരിക്കണ പ്രശ്നമില്ല. നന്നായിട്ട് ഐസ് വേണം, അതാണ് മെയിനായിട്ട് ആകെ ശ്രദ്ധിക്കാനുള്ളത്. ആൻഡ് സ്ട്രോയും വേണ്ട വരും കുടിക്കണമെങ്കിൽ. അപ്പോൾ ഇതുപോലെ വലിയ സ്ട്രോ ഉണ്ടല്ലോ, അതും വാങ്ങിച്ചു വെക്കുക റെഡിയാക്കണമെങ്കിൽ.
കഴിഞ്ഞു. ഇനി പിങ്ക് കളറിൽ മോക്ടെയിൽസ് ആണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കണേ. അത് കാരണം പിങ്ക് സാരി എടുത്തു. അങ്ങനെ ഒരു നല്ലൊരു ഞാനെപ്പോഴും ഓർക്കാറുണ്ട് ഈ മോക്ടെയിലിൻ്റെ സെയിം കളർ നമ്മൾ ഗസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഹോസ്റ്റ് ആണെങ്കിൽ സെയിം കളർ തന്നെ ഡ്രസ്സ് പ്ലാൻ ചെയ്താൽ ഗുഡ് ഐഡിയ, നല്ല ഐഡിയ. അപ്പോൾ റോസ് മിൽക്ക് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കില്ലേ, റോസ് മിൽക്ക്, അതാണ് ഉണ്ടാക്കാൻ പോണേ. ഈ റോസ് എസെൻസ് ഈ ബ്രാൻഡിൻ്റെ ആണ് മാലാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റോസ് എസെൻസ് മേടിച്ചു. പാലായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യണം, ഷുഗർ ആഡ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. നല്ല തണുത്ത പാല് ആൻഡ് ഞാൻ നേരത്തെ കാണിച്ച സിറപ്പ്. റോസ് എസെൻസ് ആയിട്ടും കിട്ടും, ഇതുപോലെ റോസ് എസെൻസിൻ്റെ പൗഡറായിട്ടും കിട്ടും. അപ്പോൾ അതിലേതെങ്കിലും മതി, ഒരു ലൈറ്റ് ഫ്ലേവർ മതി കേട്ടോ. ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്തൽ വരും. ഞാൻ ഷുഗർ ഇട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുക, സാധാരണ ചെയ്യണ പോലെ തന്നെ. ഈ റോസ് മിൽക്കിൽ ഞാൻ കുറച്ച് കുക്ക് ചെയ്ത സേമിയയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട്. നമ്മൾ ഈ ഫെലൂഡയിലൊക്കെ കഴിക്കില്ലേ അതുപോലെ. നമ്മുടെ റെഡിയാക്കിയ റോസ് മിൽക്ക്. ഷുഗർ അധികം ആഡ് ചെയ്യണ്ട കേട്ടോ, ബിക്കോസ് ഈ സിറപ്പിൽ നല്ല മധുരം ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ആഡ് ചെയ്താൽ അത് കൂടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ ഈ എസെൻസും കൂടരുത്. ഇനി ജെല്ലി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഈ റോസ് മിൽക്ക് ഉണ്ടാക്കാൻ അങ്ങനെ വലിയ ചിലവില്ല. നല്ല തണുത്ത പാൽ വേണം, ഐസ് വേണം, പിന്നെ ഈ എസെൻസ് വേണം. ഞാനിതിവിടെ ജെല്ലി ഇട്ടിട്ടാണ് ഗാർണിഷ് ചെയ്യണേ. കുറച്ച് ലൈറ്റായി പോയി ഞങ്ങളുടെ ജെല്ലി. ശരിക്കും സ്ട്രോബെറി ജെല്ലി ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് സേമിയയും കൂടി ഇട്ടാൽ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വലിയ സ്ട്രോ ഇത് മേടിക്കാൻ ഓർക്കണ്ട, ചെറിയ സ്ട്രോയിൽ കൂടെ ഈ സേമിയൊന്നും പോരില്ല. നെക്സ്റ്റ് നിങ്ങൾക്ക് ലാർജ് ക്വാണ്ടിറ്റിയിലേക്കുള്ള മോക്ടെയിൽസ് പ്ലാൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് ജ്യൂസസ് മേടിക്കണം. എപ്പോഴും ഫ്രഷ് ജ്യൂസ് തന്നെ നമുക്ക് അങ്ങനെ മുതലാവില്ല. അപ്പോൾ ക്രാൻബെറി ജ്യൂസും ഓറഞ്ച് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മോക്ടെയിൽ ഉണ്ടാക്കാൻ പോണേ. പേരെന്തായിരുന്നു? ഹോളിഡേ പഞ്ച്. ചില്ലറ ഗൂഗിളല്ല കേട്ടോ, ഗൂഗിളിങ് അല്ല ഇതിനകത്ത് നടന്നേക്കണേ കേട്ടോ. അപ്പോൾ ക്രാൻബെറി ജ്യൂസ് 1 കപ്പ്. ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രാൻബെറി ജ്യൂസ് കുറച്ച് കൂടുതൽ എടുക്കണമായിരിക്കും ബുദ്ധി. അതാകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് വെച്ചാൽ മതി. ആൻഡ് ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. ആൻഡ് പൈനാപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഏകദേശം ഒരേ കളർ തന്നെ. ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനൊരു 3 പീസ് സിട്രസ് ഓറഞ്ച് ഇതുപോലെ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ടേസ്റ്റും നല്ലതാണ്, നല്ല ഈസിയുമാണ് കേട്ടോ. 3 പീസ്. ആൻഡ് സ്ട്രോബെറി കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്യുക. ഓറഞ്ച് സ്ലൈസ് ആഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു സാധനം ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി, ജിഞ്ചറിലും കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ആഡ് ചെയ്യുന്ന ജ്യൂസുകൾക്കെല്ലാം ഉണ്ടല്ലോ, അത് ഈ മോക്ടെയിൽസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, എല്ലാത്തിനും നല്ല തണുപ്പ് വേണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ലാർജ് ക്വാണ്ടിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ്. കാണാൻ നല്ലൊരു കളറാണ് ഇത്. ശരിക്കും ക്രാൻബെറിനേക്കാളും നല്ലൊരു കളറാണ്, ഒരു മിക്സ് ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരു കളർ. ഇതിനി ഗ്ലാസ്സിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഐസ് ഞാൻ എഡിബിൾ ഫ്ലവേഴ്സും സ്ട്രോബെറിയൊക്കെ ഇട്ടിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. രാവിലെ എടുത്ത് വെച്ചാൽ അതുകൊണ്ട് ചിലപ്പോൾ ഇനി കുറച്ചുകൂടി ആവാനുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ആ ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ട് ഈ നേരത്തെ ഉണ്ടാക്കിയ ആ മോക്ടെയിൽ ഉണ്ടല്ലോ അതിന് പ്രസൻറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ ഏത് എടുക്കുന്ന കൺഫ്യൂഷനായി പോയിട്ടോ. ഇതിൽ കുറേ ഫ്ലവേഴ്സ് ഇട്ടത്, ഇതിൽ സ്ട്രോബെറി ഇട്ടു, ഇതിൽ ഞാൻ നേരത്തെ കാണിച്ച മറ്റേ ഫ്രൂട്ട് ഉണ്ടല്ലോ, പേര് പറഞ്ഞല്ലോ, ആ ഫ്രൂട്ട് വെച്ചിട്ട് യെല്ലോ കളർ, മൊത്തം യെല്ലോ. ഇതിന് നമുക്ക് ഈ വയലറ്റ് വെച്ചിട്ടുള്ള ഐസ് എടുക്കാം. ഐസ് ആയിട്ടില്ല, സോറി, ഒരെണ്ണം കൂടി ഇട്ടേക്കട്ടെ. യെസ്, നമ്മുടെ ജ്യൂസ് ആഡ് ചെയ്യാം, നേരത്തെ ഉണ്ടാക്കിയ. ഇതങ്ങനെ വലിയ പണിയൊന്നുമില്ല, ഒന്നും അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. കാണാൻ പൊളിയാണ്, ടേസ്റ്റ് വൈസ് ഓൾസോ. യെസ്, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ, ഇനിയും കുറേ ഉണ്ടാക്കാനുണ്ട്. ഒരു സാധനം ഇടാൻ മറന്നുപോയി, നമ്മുടെ ഓറഞ്ച് സ്ലൈസ്. എന്നാലേ പെർഫെക്റ്റ് ആവുള്ളൂ. ആ ഒരു കളറും കൂടി വേണം ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ നമ്മുടെ പിങ്ക് കളർ ഡ്രിങ്ക്സ് എങ്ങനെയുണ്ട്? റോസ് മിൽക്കിന് ഒരു ഓപ്ഷൻ, റോസ് മിൽക്കായിട്ടുള്ളതിന് റോസ് മിൽക്ക് ഒരു ഓപ്ഷനാണ്. ആൻഡ് ജ്യൂസസ് മിക്സ് ചെയ്യണതിന് പേര് വീണ്ടും പറഞ്ഞു, ഹോളിഡേ പഞ്ചും ഒരു ഓപ്ഷനാണ്. ഇനി ഗ്രീൻ കളർ. സോ അമ്മ, ഇത് മെസാമെ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സൂക്കി മാച്ചാണ്. ദർസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാച്ചാസ്. ഇത് സൂക്കി മാച്ച സെറമോണിയൽ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബെറ്റർ ക്വാളിറ്റി മാച്ച പൗഡർ. സോ വാങ്ങിക്കുകയാണെങ്കിൽ അത് പറഞ്ഞ് വാങ്ങിക്കണം. ഫ്ലേവേഴ്സ് ഉണ്ടാക്കാറുണ്ട്. You can mix it. It's basically a replacement to coffee powder. So കോഫീനെ എന്തൊക്കെ ആഡ് ചെയ്യാം? കോഫി പാൻകേക്സ് ഉണ്ടാക്കാം, കോഫി എന്ത് വേണമെങ്കിൽ. കോഫി ഒരു ഫ്ലേവർ അല്ലേ? എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് matcha is a flavor. It's an earthy kind of taste ഉള്ള ഒരു ഫ്ലേവർ. Many people don't like it because they feel like it tastes like grass.
പക്ഷെ അത് നല്ല മാച്ച ആണെങ്കിൽ they won't feel like it tastes like grass and it's really good. കുറെ ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. So it's better than coffee for your body. So first ആദ്യം കുറച്ച് not boiling water, ഇച്ചിരി warm plus hot water ഒന്ന് ഒഴിച്ചിട്ട് you're supposed to put in that whisk, മുക്കി വെക്കണം. It's so that ഇതെല്ലാം expands, so you are able to whisk better. ആ froth വരണം. Yeah, it's called a microfoam. വിസ്ക് ചെയ്തു ഇത് മുങ്ങട്ടെ, ഇത് എക്സ്പാൻഡ് ചെയ്യണം. എന്നിട്ട് ഓക്കെ, സോ ബൈ ദ ടൈം വിൽ പുട്ട് ആ മാച്ച. ഓക്കെ, ഇനി നമ്മള് ഒരു 1 teaspoon ഓഫ് മാച്ചയാണ് എടുക്കേണ്ടത് ആസ് പെർ ദ കൗണ്ട്. സോ ബേസിക്കലി അബൌട്ട് ദിസ് മച്ച് 1 teaspoon. സിഫ്റ്റ് ചെയ്യണം. സിഫ്റ്റ് ചെയ്തിട്ട് യു ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ദിസ്. So now to that you're supposed to add this warm water. ഈ warm water കുറച്ചൊന്ന് ഒഴിച്ചാൽ മതി. ശരി, ആദ്യം ഒരു 15 ml ഒഴിച്ചിട്ട് you have to make it a paste ഇങ്ങനെ. ഇനി rest of the 15 ml ഒഴിക്കണം, or how much ever you want. Now you mix. അതിനാട്ടെ ഈ whisk വാങ്ങിക്കണം. ബേസിക്കലി this is called a microfoam. അത് വരണം because that's what helps the matcha get its ഇത് മറ്റേ ക്വാളിറ്റി മറ്റേ അതിന്റെ ബെനിഫിറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെയാട്ടെ ഞാൻ പഠിച്ചത്. ഇത് നല്ലോണം ഫോം വരുന്ന വരെ ചെയ്യണം. ഇതെപ്പോഴും നമ്മൾ വിസ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല വിസ്ക് ചെയ്യേണ്ടത്. യു ഹാവ് ടു മിക്സ് ഇറ്റ് ഇൻ WM മോഷൻ ഫാസ്റ്റ്. എന്നാലേ ആ ഫോം കറക്റ്റായിട്ട് ഫോം ആവുള്ളൂ. സോ വെൻ യു പുട്ട് ഇറ്റ് ഓൺ ടോപ്പ് ഓഫ് മിൽക്ക് ഓർ വാട്ട് എവർ, ഇറ്റ് സ്റ്റേസ് ഓൺ ടോപ്പ്. ഭയങ്കരമായിട്ട് അപ്പം തന്നെ മിക്സ് ആയി പോവില്ല. വാട്ടറി ആണെങ്കിൽ അങ്ങനെ അപ്പം തന്നെ മിക്സ് ആയി പോകും. സോ ജസ്റ്റ് മേക്ക് ഷുവർ യു ഡോണ്ട് ആഡ് ടു മച്ച് വാട്ടർ. അപ്പം മാംഗോ മാച്ചയ്ക്ക് ഫ്രഷ് മാംഗോ പൾപ്പ്, പിന്നെ ഫ്രഷ് മാംഗോ തന്നെ ക്യൂബ്സ് ആയിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് പിന്നെ ഹണി പാലുകൂടി മിക്സ് ചെയ്ത് നല്ല തണുപ്പാണ്. ഐസ് നന്നായിട്ടാണ്, നല്ല തണുപ്പ് വേണം. നമ്മളിപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ ഡ്രിങ്കിനും നല്ല തണുപ്പാണ്. ഇനി ക്ലോസ് ആയിട്ട് കണ്ടത് ഈ പാത്രം കാണിക്കല്ലേ. ഹണി ആൻഡ് മിൽക്ക്. ഇനി നമ്മുടെ മാച്ച. ആ ഹണി നല്ലോണം ഇട്ടിട്ടില്ലേ? അല്ലെങ്കിൽ മാച്ചയിൽ ഒട്ടും സ്വീറ്റ്നെസ് ഇല്ല. ഇട്ടിട്ടുണ്ടോ? എന്നാ പിന്നെ ഇതാ. ഓക്കെ, സോ നമ്മുടെ മാച്ച പൊളിയാണ് കേട്ടോ കാണാൻ. ഇതൊക്കെ ഒന്ന് ഗസ്റ്റിന് പ്ലാൻ ചെയ്താലുണ്ടല്ലോ ക്രിസ്മസിന്. പക്ഷെ ഗസ്റ്റിന് മാച്ച ഇഷ്ടം. അയ്യോ, അത് ശരിയാ. മാച്ച ഇഷ്ടമാവണ മാത്രല്ല, പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ്. ഗുഡ് സാധനം വാങ്ങിച്ചാൽ നല്ല എക്സ്പെൻസീവ് ആണ്. എന്നാലും പക്ഷെ കുഴപ്പമില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് ഒരു സിമ്പിൾ പ്രസന്റേഷൻ ആണ്. പച്ചമാങ്ങയും ഇഞ്ചി തണുത്ത വെള്ളവും കൂടി മിക്സിയിലിട്ട് അടിച്ചു. ഹണി ഇട്ടു, അല്ലെങ്കിൽ ഷുഗർ ആയാലും ചെയ്യാം. എന്നിട്ട് ഇതിൽ ഇപ്പോൾ ഫില്ല് ചെയ്യാൻ പോവാം. ഇങ്ങനെ വുഡൻ ക്ലിപ്പ് വേണ്ട. ഇപ്പം എനിക്കത് കിട്ടിയില്ല. പ്ലാസ്റ്റിക് ക്ലിപ്പാണ് ഇപ്പം ഞങ്ങൾ യൂസ് ചെയ്യണേ. പക്ഷേ വുഡൻ ക്ലിപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിലും ചെറിയ ക്ലിപ്പ്. എന്നിട്ട് നമ്മുടെ പുതിനയില ഉണ്ടല്ലോ, മിൻറ്റ് ലീവ്സ്, ഇതുപോലെ ഒന്ന് ചെയ്യുക ഗ്ലാസിൻ്റെ ഹാൻഡിലിൻ്റെ അവിടെ. നമ്മുടെ ജ്യൂസ് ഫില്ല് ചെയ്യുക. പച്ചമാങ്ങ നല്ല ഓപ്ഷനാണ് കേട്ടോ. എക്സ്പെൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വർത്ത് ഇട്ടാണ്. പിന്നെ ഗാർണിഷിങ്ങിന് നമ്മൾ പൈനാപ്പിളിൻ്റെ ഇലയില്ലേ, പൈനാപ്പിൾ ലീവ്സും പിന്നെ ഗർക്കിങ്സും. ഇത് കാണാൻ വീഡിയോയിൽ എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഭയങ്കര നല്ല കാണാൻ. ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്ത പോലെ തോന്നും. നമുക്ക് കാര്യമായിട്ട് ഗൂഗിൾ ചെയ്ത പോലെ തോന്നും. നെക്സ്റ്റ് കാരമൽ ബോബ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുമാതിരി എല്ലാ ഷേക്സിലും ഇപ്പം ഇത് ഇട്ടിട്ടാണ് ഇപ്പോൾ കുടിക്കുന്നത്. അത് കാരണം ഈ ചൂയി ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ, ജ്യൂസസിൽ ഇഷ്ടമാണെങ്കിൽ ഓർഡർ ചെയ്തോ, പൊളിയാണ്. ഇപ്പം ഞാൻ ഈ ബ്രാൻഡിൻ്റെയാണ് ഓർഡർ ചെയ്തത്, ഓൺലൈനിൽ ഓർഡർ ചെയ്തു. അപ്പം ഇത് ഈ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ കുക്ക് ചെയ്യുക. ആൻഡ് ഇവർ ഇതിൽ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ണ്ടോ, ഞാൻ തലേ ദിവസം ഇത് പാക്കറ്റിലെ ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ കുക്ക് ചെയ്തു. എന്നിട്ട് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെക്കണമെന്ന്. അങ്ങനെ ചെയ്തു. ഇത് വേണ്ട, കാരമൽ സിറപ്പിന് ഒരു ഹാഫ് കപ്പ് വേണ്ട, 1/4 കപ്പ് ബ്രൗൺ ഷുഗർ, പാകത്തിനുള്ള വെള്ളം ഒരു 1/4 കപ്പിലും താഴെ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിൽ. ഈ കാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി പോകരുത്. ഒരുമാതിരി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കണ്ടേ, ബിക്കോസ് അത് ചൂടാറുമ്പോൾ തിക്കാവും.
തിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കട്ട പിടിച്ച പോലെ കിടക്കും. അപ്പം അങ്ങനെ ആവരുത്. തിന്നായാലും കുഴപ്പമില്ല, തിക്കാവരുത്. ഇനി കുക്ക് ചെയ്ത് നമ്മുടെ ബോബ ബോട്ടം ലെയറിൽ ആഡ് ചെയ്യുക. ഈ സിറപ്പ് ആഡ് ചെയ്യണ്ട കേട്ടോ, ഈ ബോബയിലുള്ള സിറപ്പ് ആഡ് ചെയ്യണ്ട, നമ്മൾ വേറെ ആക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ആഡ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് കൂടുതലുണ്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഐസ് ക്യൂബ്സ് പല ഷേപ്പിൽ, പല ഐസ് ട്രേസ് പല ഷേപ്പിലുള്ള അവൈലബിൾ കേട്ടോ. അതൊക്കെ ഇപ്പോഴേ ഓർഡർ ചെയ്ത് കയ്യിലില്ലെങ്കിൽ ഓർഡർ ചെയ്ത് വെച്ചോ. ഇതിപ്പോൾ ഞാൻ റൗണ്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷേ റൗണ്ട് ആയിട്ടില്ല, സമയം വേണം ആക്ച്വലി, ഒരു ദിവസം മുമ്പ് വെക്കണം. പൊട്ടിപ്പോയി മിക്കതും, ശരിയായില്ല, കുറച്ചുകൂടി ഫ്രീസ് ആവാനുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മേലെ നമ്മുടെ കട്ടൻ ചായ ഉണ്ടല്ലോ, കുറച്ച് കടുപ്പത്തിലുള്ള ബ്ലാക്ക് ടീ ഏതാണെങ്കിലും യൂസ് ചെയ്തത്, നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് കുറച്ച് ഒഴിക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ചൂടാറിയിട്ട് വേണം ഒഴിക്കാൻ. കണ്ടോ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കാരമൽ ഉണ്ടല്ലോ, അതും തണുത്ത് കഴിഞ്ഞിട്ട് തണുത്ത പാലായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് സോയാ മിൽക്കൊക്കെ യൂസ് ചെയ്യാം, ഓട്ട് മിൽക്ക് യൂസ് ചെയ്യാം, അങ്ങനെ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. മധുരം കറക്റ്റ് ആക്കിയാൽ മതി ഒന്ന്. പിന്നെ കാരമൽ ബോബയിലുള്ള കാരണം അത് നോക്കിയിട്ട് വേണം പാലിൽ പഞ്ചസാര ആഡ് ചെയ്യാനായിട്ട്, കാരമൽ സിറപ്പ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള മധുരം മതി, അതാണ് നല്ലത്. കാരമൽ സിറപ്പ് മിക്സ് ചെയ്ത് മിൽക്ക് ഇതിലേക്ക് ഒഴിക്കാം. ആഹാ, പൊളിയാണ്ടോ. ഇനി ക്രീം വേണമെങ്കിൽ ഇടാം, വിപ്പ് ക്രീം വേണമെങ്കിൽ ഇടാം, അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് വിപ്പ് ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പൊളിയാണ് സംഭവം കലക്കി. ഇനി കുറച്ച് ചോക്ലേറ്റ് പൗഡർ കൂടി മേലെ ഇട്ടാൽ ഗാർണിഷിങ് തീർന്നു. ചോക്ലേറ്റ് പൗഡർ ഇതിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. ആദ്യം നമ്മുടെ റോസ് മിൽക്ക് വിത്ത് സേമിയ ആൻഡ് ജെല്ലി അത് ടേസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാത്തിനും നല്ല തണുപ്പ് വേണം. പറ്റിയ സേമിയയും കൂടി കുക്ക് ചെയ്ത് തണുപ്പിക്കാൻ പറ്റും. ഇപ്പം തലേദിവസം നിങ്ങൾക്ക് റെഡിയാക്കണമെങ്കിൽ തലയ്ക്കടിക്കുന്ന പോലത്തെ ടേസ്റ്റ്, ഭയങ്കര ഒരു റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ് വന്നിട്ടേ, റോസ് എസെൻസിൻ്റെ ടേസ്റ്റ് വന്നിട്ട് മസ്റ്റായി. ഈ പിങ്ക് തീമിലോട്ട് കറക്റ്റാണ്. അപ്പോൾ ഞാൻ മറക്കണ്ട, പിങ്ക് മോക്ടെയിലാണ് പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ പിങ്കിൻ്റെ ചെറിയ ചെറിയ കളേഴ്സ് എവിടെയെങ്കിലൊക്കെ കൊടുക്കാൻ, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിൽ, ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഡ്രസ്സിൽ, അല്ലെങ്കിൽ ഒരു തീം, എന്തെങ്കിലും ഒരു ചെറിയൊരു തീം അങ്ങനെ കൊണ്ടുവരാം. നെക്സ്റ്റ് നമ്മുടെ ഹോളിഡേ പഞ്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരും കണ്ടുപിടിച്ച് വെച്ചോ, മോക്ടെയിൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതും ഒരു ഫണ്ണായിരിക്കും. ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. ഈ രണ്ട് ഡ്രിങ്കും ഇപ്പോൾ ഇതുവരെ ടേസ്റ്റ് ചെയ്തതിൽ ഇത് കണ്ടോ, കളറ് ശരിക്കും കാണാമോ വീഡിയോയിൽ? പൊളിയാണ്. കളർ വൈസ് ഇതൊന്നും നോക്കാനില്ല. നിങ്ങൾക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിലും ഇത് എളുപ്പമാണ്. ടേസ്റ്റ് വൈസും ലൈറ്റാണ് ഭയങ്കര, അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നെക്സ്റ്റ് നമ്മുടെ പച്ചമാങ്ങ വെച്ചുണ്ടാക്കിയ ജ്യൂസ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം, കുറച്ചൊന്ന് സ്പൈസി ആക്കണമെങ്കിൽ. ഇതങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട, പച്ചമാങ്ങയാണെന്നറിയാമല്ലോ. ബട്ട് പുതിനയില നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പുതിനയില, പച്ചമുളക്, വേണമെങ്കിൽ ഗർക്കിങ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്, കാരണം എക്സ്പെൻസീവ് അല്ല, പച്ചമാങ്ങ ആയതുകൊണ്ട്. ലൈം ആഡ് ചെയ്യണം കേട്ടോ, എന്നാലൊരു നല്ലൊരു പഞ്ചൻ ടേസ്റ്റ് വരുള്ളൂ. പ്രസൻറ്റേഷൻ ശ്രദ്ധിച്ചോ, പ്രസൻറ്റേഷൻ സിമ്പിളാണ്, ബട്ട് നല്ലതാണ്, കാണാൻ നല്ല. നെക്സ്റ്റ് മന്നയുടെ മാച്ച. ഒരു സ്ട്രോ വേണം, പക്ഷേ മിക്സ് ചെയ്യട്ടെ. മാംഗോ പൾപ്പ് ആഡ് ചെയ്യുന്ന കാരണം ഇതൊരു മന്ന ഭയങ്കര നല്ല കേട്ടോ. മന്ന ഒരു ടൈപ്പ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല, ഈ ഒരു ടേസ്റ്റ് വന്നിട്ട് മാംഗോവും മിൽക്കും മാച്ചയുടെ ഫ്ലേവറും കൂടി വന്നിട്ടേ മിക്സ് ചെയ്തു. ഞാൻ ആ ഭാഗത്തു നിന്ന് കഴിച്ചു, ആ മാംഗോയുടെ പൾപ്പും കൂടി കയറിയപ്പോൾ പൊളിയാട്ടാ. പകുതി ഞാൻ തന്നെ തീർക്കും തോന്നുന്നു. മന്ന ഇത് കുടിക്കുക, അല്ലെങ്കിൽ പകുതി അമ്മ തന്നെ കുടിച്ച് കയറിയും. ഇന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തത്തിൽ ഇതുവരെ പാളിയിട്ടില്ല, ഇത്രയും പ്ലാൻ ചെയ്തത്. നെക്സ്റ്റ് പിന്നക്കോളുടെ എനിക്ക് ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഷുവറാണ് ഏകദേശം. എന്താ, കോക്കനട്ട് ക്രീമാണ്, കോക്കനട്ട് മിൽക്കാണ്, പൈനാപ്പിളാണ്. ഓൺലി തിങ് ഭയങ്കരമായിട്ട് പൈനാപ്പിൾ നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യില്ലേ ജ്യൂസിന് വേണ്ടി, അപ്പോൾ ഓവറായിട്ട് ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യരുത്, അപ്പോൾ വേറൊരു ടൈപ്പ് ടെക്സ്ചർ ആവും ജ്യൂസിന്. അത്രയേ ഉള്ളൂ. ടേസ്റ്റ് ചെയ്യാൻ എന്തായാലും എപ്പോഴും ലാസ്റ്റ് മിനിറ്റ് നമ്മൾ സെർവ് ചെയ്യണേക്കാളും മുമ്പ് വേണം ഇത് റെഡിയാക്കാനായിട്ട്. അങ്ങനെ അധികം നേരം ഫ്രിഡ്ജിലിരുന്ന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ബിക്കോസ് ഈ കോക്കനട്ട് മിൽക്ക് കോക്കനട്ട് മിൽക്ക് ക്രീമും കൂടി ഈ കോക്കനട്ട് ക്രീമും കൂടി യൂസ് ചെയ്യണ കാരണം എപ്പോഴും ഫ്രഷായിട്ട് മിക്സ് ചെയ്യണതാണ് നല്ലത്. അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് കലക്കന. ബിക്കോസ് പ്രസൻറ്റേഷൻ വൈസ് നല്ലതാണ്,
പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് വരും. കോക്കനട്ട് ക്രീം മേടിക്കണം, കോക്കനട്ട് മിൽക്ക് വേണം, പൈനാപ്പിൾ വേണം. എക്സ്പെൻസീവ് എന്നല്ല, പിന്നെ ഈ ഡെക്കറേഷൻസിനെല്ലാം കൂടി ആകുമ്പോൾ അതൊന്നും ആലോചിക്കണം, ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ. ഇത് കണ്ട, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇങ്ങനെ ജ്യൂസും വാട്ടറും കൂടി ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കണ പോലെ ഇരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനൊരു പ്രത്യേകതരം ടേസ്റ്റ് വരും കേട്ടോ. ആ ബ്ലൂ ഡ്രിങ്കിൻ്റെ പേര് മറന്നു പോയല്ലോ. അയ്യോ, ഞാൻ ഒരു സാധനം കൂടി ഓർത്താണ്. നമ്മൾ ആ ബ്ലൂ ഡ്രിങ്കിൻ്റെ പേരെന്തായിരുന്നു? ഒരു സെക്കൻഡ്, ഡ്രിങ്കിൻ്റെ പേര് പറഞ്ഞുപോയി. അത് വെച്ചിട്ട് ബ്ലൂ മൊയ്ത്തോ ഉണ്ടാക്കാനായിട്ട് കൂടി പ്ലാൻ ചെയ്തു, ബട്ട് മറന്നുപോയി. ആ ബ്ലൂ മൊയ്ത്തോടും കൂടി ആഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് ഇതാ തോന്നണേ. മറ്റേത് കുറച്ചുകൂടി പൈനാപ്പിൾ ടേസ്റ്റ്, ഇതിന് കുറച്ചുകൂടി ആ ബ്ലൂ സിറപ്പ് നമ്മൾ മിക്സ് ചെയ്തല്ലോ അതിൻ്റെയും കൂടി ടേസ്റ്റ് ഉണ്ട്. ബട്ട് കളർ കണ്ട ഗ്രീനിഷ് കളർ, ഈ ഇങ്ങനെ ഒരു ഗ്രീൻ കളർ തീമിന് പെർഫെക്റ്റാണ്. ബട്ട് ലാസ്റ്റ് മിനിറ്റ് ഡ്രിങ്ക് മിക്സ് ചെയ്യണതാണ് നല്ലത്. ഇനി നമ്മുടെ ബോബ. ഇത് പിള്ളേർ ഒരുമാതിരി എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ പറയാൻ വഴിയുണ്ട് ഉണ്ടാക്കാനായിട്ട്. അത്രയും നല്ല മിക്സ് ചെയ്യട്ടെ ആദ്യം. ഒരു കാര്യം പറഞ്ഞാലേ, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പുറത്തുനിന്ന് കഴിക്കില്ലേ, പുറത്തത്തെ റെസ്റ്റോറൻറ്റ്സിൽ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽസിൽ നിന്നൊക്കെ കഴിക്കില്ലേ, ആ ഒരു സംഭവം ഇതാണ് തോന്നുന്നത്. ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, ഗ്യാരണ്ടി ഞാൻ. ഇതിൻ്റെ മെയിൻ തന്നെ ആ ടീയുടെ ഫ്ലേവർ, പിന്നെ ക്രീം, ഈ ബോബ ചൂയി ആയിട്ടുള്ള ഇതും കൂടി വന്നപ്പോൾ എനിക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റണല്ലോ. ഇതിലിപ്പോൾ ഞാനിത് ഇതെന്തായാലും ഒരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു പേര് വീണ്ടും മറന്നുപോയി. ഹോളിഡേ പഞ്ചും ഞാൻ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ഓപ്ഷനായിട്ട് വെക്കും. പിന്നെ ഈ കളർ വൈസ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഗ്രീൻ മാംഗോ ഇഷ്ടമായി. ഞാൻ ചിലപ്പോൾ റോസ് മിൽക്കിനെ അവോയ്ഡ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അത് ഇഷ്ടമാണെങ്കിലും ഇതിപ്പോൾ ഓപ്ഷൻസ് കൂടുതലായി പോയി തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സിൻ്റെ മോക്ടെയിൽസ് ട്രൈ ചെയ്യുക. ആൻഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുപോലൊരു കളർ തീം വെക്കാൻ മറക്കണ്ട കേട്ടോ ക്രിസ്മസിന്. ബൈ.